ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം. ആ ക്ഷേത്രത്തിന് വേണ്ടുന്ന എന്തെങ്കിലും നമ്മൾക്കൂടെ സംഭാവന ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം ഒരു കല്ലായിട്ടോ ഒരു എന്തെങ്കിലും ആയിട്ട് കൊടുത്താൽ വളരെയധികം ഐശ്വര്യദായകമാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ ദിവസങ്ങളിൽ മത്സ്യമാംസങ്ങൾ വാങ്ങാൻ പാടില്ല. അത് അങ്ങനെ ചെയ്താൽ എന്താണെന്ന് ചോദിക്കും, ചെയ്താൽ അതിൻ്റേതായ ഗുണങ്ങൾ കുറഞ്ഞിരിക്കും. 3 അടി മണ്ണ് വേണം. ശരി, തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ചെറിയ കുട്ടിയല്ലേ, കുട്ടിക്ക് എത്ര മണ്ണ് വേണം. പക്ഷെ 1 അടി തലയിൽ വെച്ചപ്പോൾ ഭൂമിയായി. അടുത്തൊരടി വെച്ചപ്പോൾ അതാണ്. ഇനി എവിടെ ഇല്ല. വേഗം മഹാബലി എന്ത് ചെയ്തു, വേഗം ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് പോയി. ജയ് ശ്രീരാം, ജയ് ഹനുമാൻ. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമ്പത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും എല്ലാവരും കുടുംബാംഗങ്ങളോടുകൂടി യോജിച്ച് തിരുവോണം ആഘോഷിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. തിരുവോണം നക്ഷത്രം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രം നമുക്കെല്ലാവർക്കും എല്ലാ മാസവും തിരുവോണ നക്ഷത്രം മാസത്തിൽ ഒരെണ്ണം വരുന്നതാണ്. ചന്ദ്രമാസത്തിലുള്ളതാണ് തിരുവോണ നക്ഷത്രം. തിരുവോണം നക്ഷത്രത്തിന് ചിങ്ങമാസത്തിൽ വരുമ്പോൾ എന്താണ് പ്രധാനം നോക്കാം. കേരളീയർ ലോകമൊട്ടാകെ എല്ലാവരും ആഘോഷിക്കുന്നതാണ് തിരുവോണം. എല്ലാ മലയാളികളും എവിടെയുണ്ടോ അവരെല്ലാം ആഘോഷിക്കുന്നതാണ് തിരുവോണം. ഭയങ്കര ആഘോഷമാണ് ഈ പുറത്തൊക്കെ. അപ്പോൾ തിരുവോണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. തിരുവോണം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ തിരുവോണമാണ്. ചിങ്ങമാസത്തിൽ വരുന്ന നക്ഷത്രമാണ്. എല്ലാ മാസത്തിലും വരും. ചിങ്ങമാസത്തിൽ വരുന്ന നക്ഷത്രത്തിന് തിരുവോണത്തിന് പ്രത്യേകതയുണ്ട്. അതായത് തിരുവോണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് എന്താണ് ആഗ്രഹം, പുതിയ വസ്ത്രങ്ങൾ എടുക്കുന്നു, പുതിയതായിട്ട് നല്ല ഭക്ഷണം കിട്ടുന്നു, സദ്യ, ഓണസദ്യ 26 കൂട്ടം കറികളുമായിട്ട് 3-4 കൂട്ടം പായസമായിട്ട് നമ്മൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. എല്ലാവരും വിരുന്ന് വരുന്നു, വിരുന്ന് പോകുന്നു. അങ്ങനെ 4 ദിവസം ഭയങ്കര ആഘോഷമാണ്. ഓണം, അവിട്ടം, ചതയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ്. അത് കഴിഞ്ഞാൽ ഉത്രട്ടാതി വള്ളംകളി, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ അടിച്ചു പൊളിക്കുന്നൊരു ദിവസങ്ങളാണ്. ഇതെങ്ങനെയാണ് വരാൻ കാരണം? മഹാബലി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല, പൊടി വചനം. നുണ പറയില്ല ആരും, കള്ളത്തരം പറയില്ല, സത്യം മാത്രമേ പറയുള്ളൂ. വളരെയധികം നല്ല സമ്പൽ സമൃദ്ധിയുള്ളൊരു കാലഘട്ടമായിരുന്നു. ജയിലില്ല, പോലീസില്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു മഹാബലിയുടെ കാലം എന്ന് പറയും. മഹാബലിയുടെ കാലത്ത് മഹാബലിക്കൊരു അഹങ്കാരം വന്നു. ഞാനാണ് ഏറ്റവും വലിയ ദാനശീലൻ, എന്നെ കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ ലോകത്ത് ദാനം. ഭഗവാന് അഹങ്കാരികളെ ഇഷ്ടമല്ല, വിനയമാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും ഭഗവത് പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ, അതേ വിജയിക്കുള്ളൂ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഭഗവാന് ഇഷ്ടമില്ലാത്ത സംഭവമാണ് അഹങ്കാരം. മഹാബലിക്ക് അഹങ്കാരം വന്നപ്പോൾ ഇന്ദ്രന് പേടിയായി. ഇന്ദ്രന് അതുകൊണ്ടല്ല പേടിയുണ്ടായത്, എന്നെക്കാളും വലിയ ആൾക്കാർ ഭൂമിയിൽ വരുന്നത് ഇന്ദ്രന് ഇഷ്ടമല്ല. അപ്പം ദേവേന്ദ്രൻ എന്ത് ചെയ്തു, മഹാവിഷ്ണു ചെന്ന് കണ്ടു പറഞ്ഞു, ഇങ്ങനെ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ദേവനാണ്, ദേവന്മാരുടെ രാജാവാണ്. അപ്പം ചെന്ന് പറഞ്ഞപ്പോൾ മഹാവിഷ്ണു എന്ത് ചെയ്തു, പരിശോധിച്ചപ്പോൾ മഹാബലിക്ക് ഭയങ്കരമായ അഹങ്കാരം വന്നിരിക്കുന്നു. അതായത് നാരായണ ഭക്തൻ്റെ, അതായത് നരസിംഹാവതാരമുണ്ടായ നാരായണ ഭക്തരായ പ്രഹ്ലാദൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് തൂണ് പിളർന്നും ഭഗവാൻ അവതരിച്ചത്. ഒരു അവതാരം തന്നെ വന്നത് നരസിംഹം. പക്ഷെ ആ പ്രഹ്ലാദൻ്റെ പൗത്രനാണ് ആരെ, മഹാബലി. അപ്പം മഹാബലിക്ക് ചെറുതായ അഹങ്കാരം വന്നപ്പോൾ ഭഗവാൻ ഇഷ്ടമായില്ല. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു, വാമനമൂർത്തി, അതായത് ചെറിയൊരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ച് ഈ മഹാബലിയെ കാണാൻ പോവുകയാണ്. മഹാബലി എന്ത് പറഞ്ഞു, ആര് ചെന്നാലും വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്നൊരു രാജാവാണ്. വേഗം വന്നിരിക്കൂ, ഉപചാരങ്ങളൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എനിക്ക് അങ്ങ് എന്താണാവോ അങ്ങയുടെ ആഗമന ഉദ്ദേശം പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ഒരു 3 കാര്യങ്ങൾ വേണം. 3 അടി മണ്ണ് മതി, ഒരു കാര്യമുള്ളൂ, എനിക്ക് 3 അടി മണ്ണ് വേണം. ശരി, തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ചെറിയ കുട്ടിയല്ലേ, കുട്ടിക്ക് എത്ര മണ്ണ് വേണം. പക്ഷെ 1 അടി തലയിൽ വെച്ചപ്പോൾ ഭൂമിയായി. അടുത്തൊരടി വെച്ചപ്പോൾ അതാണ്. ഇനി എവിടെ ഇല്ല. വേഗം മഹാബലി എന്ത് ചെയ്തു, വേഗം ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് പോയി. അപ്പം മഹാബലി പറഞ്ഞു, ഞാൻ അങ്ങേ ഭജിക്കുന്നൊരു ഭക്തനല്ലേ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ, കൊല്ലത്തിലൊരിക്കൽ അങ്ങയുടെ പ്രജകളെ കാണാനായിട്ട് ഞാൻ അനുവാദം തന്നിരിക്കുന്നു, അതാണ്
ഓണമായി നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്സവം വരികയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ അടുത്തൊരു ഉത്സവമൊക്കെ വരികയാണെങ്കിൽ വീടൊക്കെ പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കി ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞ മാതിരി ചിങ്ങമാസത്തിൽ തിരുവോണം വരുമ്പോൾ അത്തം എന്ന നക്ഷത്രം, അത്തം തുടങ്ങി 10 ഓണം എന്നാ പറയുക. അത്തം തുടങ്ങി നമ്മൾ പൂക്കളമൊക്കെ ഇട്ട് മുറ്റത്തൊക്കെ പൂട്ട് നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഇട്ട് എല്ലാവരുടെയും കലകളൊക്കെ അതിലാണ് വരുന്നത്. അങ്ങനെ പൂക്കളിട്ട് അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം. ഉത്രാടാവുമ്പോൾ എന്ത് ചെയ്യുന്നു? രാത്രി ഇതെല്ലാം മെഴുകി വൃത്തിയാക്കി എല്ലാം മാറ്റി തൃക്കാക്കരപ്പന ഉണ്ടാക്കും. മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന തൃക്കാക്കരപ്പന എന്ന് പറയും. അതായത് ഒരു കോണ് പോലത്തെ സംഭവമാണ്. ആ തൃക്കാക്കരപ്പന ഉണ്ടാക്കി തൃക്കാക്കരപ്പന വയ്ക്കുമ്പോൾ മുമ്പ് തുമ്പക്കുടം വയ്ക്കുന്നു. തുമ്പക്കം കൊണ്ട്, അതായത് ആദ്യം അരിമാവ് കൊണ്ടൊക്കെ അണിഞ്ഞ്, അരിമാവ് ശരിക്കണിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കിഴങ്ങിൻ്റെ ഇല, കാച്ചിൻ്റെ ഇലയൊക്കെ എടുക്കും. അപ്പോൾ നല്ല കൊഴുപ്പായിട്ട് വരും. അങ്ങനെ അണിഞ്ഞ് അതിന് തൃക്കാക്കരപ്പന വച്ച് തൃക്കാക്കരപ്പന അണിഞ്ഞ് ഭംഗിയാക്കുന്നു. ഈ തൃക്കാക്കരപ്പന വയ്ക്കുന്നിടത്തോളം മഹാദേവനെ പ്രാർത്ഥിക്കും. അത് വടക്കുന്നാഥനെ പ്രാർത്ഥിക്കും. വടക്ക് വശത്ത് ഒരു ചെറിയ കോളം ഉണ്ടാക്കി അവിടെയും പൂടാറുണ്ട്. അപ്പോൾ ഈ മൂലം കഴിയുമ്പോൾ, മൂലം നക്ഷത്രം വരുമ്പോൾ മൂലകൾ തീർച്ച് പൂക്കിടും. അന്ന് തുടങ്ങി പുറത്തേക്ക് പടിക്ക് പുറത്തേക്ക് ഇടും. അങ്ങനെ ഉത്രാടം വരെ ഗേറ്റ് വരെ നമ്മൾ പൂക്കളിടുന്നു. ചിങ്ങമാസത്തിൽ തിരുവോണം വരുമ്പോൾ എന്ത് ചെയ്യും? വെളുപ്പാങ്കാലത്ത് വീട്ടിലെ കാരണവരെ ഏറ്റവും വെളുപ്പിന് 4 മണിക്ക് ഇതിന് എഴുന്നേറ്റ് ഇതിനൊക്കെ പൂജ ചെയ്യുന്നു. തേങ്ങ ഉടച്ച് അത് പഴം, അട ഒക്കെ വച്ച് പൂജിക്കുന്നു. അതാണ് ഓണത്തിൻ്റെ ചടങ്ങ്. അത് പൂവട എന്നാണ് ആ അടയ്ക്ക് പറയുന്നത്. ആ അട നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് അടയൊക്കെ ഉണ്ടാക്കി വെച്ച് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് തേങ്ങ ഉടച്ച് അതിനെ നമ്മൾ പൂജിക്കുന്നു. നമ്മുടെ രീതിയിൽ പൂജിക്കുന്നു. അതാണ് നമ്മൾ തിരുവോണത്തിൻ്റെ ചടങ്ങ്. അപ്പോൾ ഈ തിരുവോണത്തിന് വേണ്ടിയിട്ട് പുഷ്പങ്ങൾ ഇടുമ്പോഴും അതിനും വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം, നിർബന്ധമില്ല. അപ്പോൾ അത്തം നക്ഷത്രത്തിൽ നമ്മൾ വെളുത്ത പുഷ്പങ്ങളാണ് സാധാരണ ഇടാറ് അത്തത്തിന്. 2ാമത്തെ ദിവസം നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാം. 3ാമത്തെ ദിവസം കുറച്ചും കൂടി വർണ്ണാഭമാക്കാം ചോദിക്ക്. വിശാഖ നക്ഷത്രം വരുമ്പോഴേക്കും ഒന്നും കൂടി ഭംഗിയാക്കും. അത് അങ്ങനെ നമ്മൾ ഭംഗിയാക്കി മൂലം തുടങ്ങി, മൂല തിരിച്ചാണ് ഇടുന്നതെന്ന്. ആ മൂലം തുടങ്ങി നമ്മൾ പടി വരെയിട്ട് ഉത്രാടാവുമ്പോഴേക്കും പടിക്കുകയും തൃക്കാക്കരപ്പന വയ്ക്കുന്നു. അങ്ങനെയുള്ളൊരു ചടങ്ങാണ് ഈ ഓണം മഹോത്സവം എന്ന് പറയുന്നത്. തിരുവോണം, അതായത് ചിങ്ങമാസ തിരുവോണത്തിൽ നമ്മൾ ഓണം സദ്യയൊക്കെ കഴിച്ച ശേഷം നമ്മൾ ബന്ധുവീട്ടുകളിൽ പോകുന്നു. ബന്ധുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ഓണപ്പുടകൾ എല്ലാവർക്കും സമ്മാനിക്കുന്നു. നമുക്കും എല്ലാവരും ഓണപ്പുടവ തരുന്നു. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഓണം. ഓണത്തിന് പൂക്കളമിട്ട് തൃക്കാക്കരപ്പന വെച്ചൊക്കെ നമ്മൾ അലങ്കരിച്ചതൊക്കെ കഴിഞ്ഞ ശേഷം അതിൻ്റെ 3ാം ദിവസമാണ് എടുക്കുന്നത്. അത് 3ാം ദിവസം വെള്ളിയാഴ്ചയാണെങ്കിൽ ആ തൃക്കാക്കരപ്പ എടുക്കില്ല, ആ പിറ്റേ ദിവസം എടുക്കുള്ളൂ. അപ്പോൾ ഈ തൃക്കാക്കരപ്പ എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നു. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് 16ാം ദിവസം മകം വരും. മകം വരുമ്പോൾ മക്കളോണെന്ന് പറയാം. മകത്തുന്ന ആളാണിത്. അന്ന് സ്ത്രീകൾക്കാണ് പ്രാധാന്യം. സ്ത്രീകളാണ് ഇതുപോലെ തലേ ദിവസം ആയില്യത്തിന് പൂവൊക്കെ ഇട്ട് തൃക്കാക്കരപ്പ വെച്ച് അണിയിച്ചൊരുക്കി അടയൊക്കെ നേദിച്ച്, അട ഒന്നുമണി നേദിച്ച് അന്നത്തെ ദിവസം ആഘോഷിക്കുന്നു. അതാണ് ഈ ഓണത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്നതാണ് മകം. അടുത്ത് വരുന്നതാണ് കന്നിമാസോണം. അതാണ് പൂജയോണം എന്ന് പറയും. പുസ്തകമൊക്കെ വയ്ക്കും, കുട്ടികളെ എഴുത്തിനെഴുത്താനൊക്കെ ചെയ്യുന്ന ഓണമാണ്. ആ ദിവസം പഴവും അവിലൊക്കെ വെച്ചാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇങ്ങനെ ഈ ഓണത്തിൻ്റെ 10 ദിവസം ഓണം കഴിഞ്ഞ ശേഷം 16ാം പക്കം മകം വരുന്നു. പിന്നെ കന്നിമാസത്തിൽ ഓണം വരുന്നു. അതാണ് എഴുത്തിൻ്റെ ദശമി. ഇത്രയും കാര്യങ്ങളാണ് ഒരു തിരുവോണം കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ തിരുവോണത്തിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല വാക്കുകൾ പറയുക, ചീത്ത വാക്കുകൾ പറയാതിരിക്കുക, ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, പ്രാക്കത്താതിരിക്കുക. പ്രാക്കത്താന്ന് വെച്ചാൽ ആരെയും വിഷമിപ്പിക്കുക. കുട്ടികൾ തന്നെ ഇപ്പോൾ പൂട്ടു വാരിക്കളഞ്ഞു, കൊച്ചുകുട്ടി വാരട്ടേതേ ആയിരിക്കും, മിണ്ടാതിരിക്കുക. കാരണം കൊച്ചുകുട്ടികളാണ്, നിങ്ങൾക്കറിയില്ല, 5 വയസ്സുള്ള കുട്ടികൾക്കൊന്നും തിരിച്ചറിവില്ല, വാരിക്കോട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ, ആരുടെയും ശാപങ്ങളേക്കാതെ നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ചെയ്യുക. മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം? മാതാപിതാക്കൾക്ക് വസ്ത്രങ്ങൾ കൊടുത്ത് അവരുടെ കാല് തൊട്ട് വന്നിച്ച് അവരുടെ അനുഗ്രഹം തലേ ദിവസം തന്നെ മേടിക്കേണ്ടതാണ്. ഉത്രാടത്തിനാൾ തന്നെ മേടിക്കേണ്ടതാണ്. മാതാപിതാക്കൾ അനുഗ്രഹിക്കണം. കുടുംബക്ഷേത്രങ്ങളിൽ പോകണം. തിരുവോണത്തിന് മുമ്പായിട്ട് നമ്മൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി നെയ്വിളക്ക്, പൂമാല, പായസം ഇതെല്ലാം കഴിപ്പിക്കണം. തിരുവോണ ദിവസം നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയി തൊഴണം. വിഷ്ണു ക്ഷേത്രത്തിലാണ് പ്രധാനമായിട്ടും പോകേണ്ടത്. വിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്താണ് വേണ്ടത്? നമ്മുടെ കയ്യിലുള്ള നാണയം, ഒരു പിടി നാണയം ഭഗവാന് സമർപ്പിച്ച്, ഭഗവാനെ തൊഴുത്, ഭഗവാന്റെ പാതാരബന്ധങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തുളസിമാല, പാൽപ്പായസം ഇതൊക്കെ കഴിപ്പിച്ച് നമ്മൾ പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ തിരുവോണം ദിവസം വീട്ടിലേക്ക് വരാനായിട്ട്.
അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത തിരുവോണമാകുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും. ഇപ്പം ഗ്രഹമില്ലാത്തവരായിരിക്കും, മക്കളുടെ വിവാഹം നടക്കാനായിരിക്കും, പഠിക്കാനായിരിക്കും, ജോലി ഉയർച്ച കിട്ടാനായിരിക്കും, പലർക്കും പല കാര്യങ്ങളാണ്. രോഗാവസ്ഥയുടെ അസുഖം മാറണമെന്നായിരിക്കും. ഈ വക എല്ലാ കാര്യങ്ങളും ഭഗവാൻ മഹാവിഷ്ണു സാധിപ്പിച്ച് തരുന്നതാണ്. അതാണ് എൻ്റെ അനുഭവം, എല്ലാവരുടെയും അനുഭവം അതൊക്കെ തന്നെയാണ്. തിരുവോണ ദിവസം നമ്മൾ മത്സ്യമാംസങ്ങളൊന്നും വീട്ടിൽ കയറ്റാതിരിക്കുക. തലേ ദിവസം ഒന്നും കയറ്റുക. 10 ദിവസം മേടിക്കാൻ പാടില്ല എന്നാണ് കണക്ക്. പക്ഷേ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഉത്രാടം, തിരുവോണം അവിട്ട ഈ ദിവസങ്ങളിൽ മത്സ്യമാംസങ്ങൾ വാങ്ങാൻ പാടില്ല. അത് അങ്ങനെ ചെയ്താൽ എന്താണെന്ന് ചോദിക്കും, ചെയ്താൽ അതിൻ്റേതായ ഗുണങ്ങൾ കുറഞ്ഞിരിക്കും. എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ 100% പെർഫെക്റ്റോടി മാത്രമേ ചെയ്യാവൂ. നമ്മുടെ മനസ്സിന് തൃപ്തി വാരുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിന് പ്രധാനപ്പെട്ട ദിവസമാണ്. മഹാവിഷ്ണു അനുഗ്രഹിച്ചാൽ സമ്പത്ത്, സമൃദ്ധി, സന്താനങ്ങൾ എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ മിഥുനം കർക്കിടകം കഴിഞ്ഞിട്ട് വരുന്നൊരു ശുഭമാസമാണ് ചിങ്ങമാസം. ചിങ്ങമാസത്തിൽ ഉത്രാടം ആദിയായ ദിവസങ്ങളൊക്കെ ഉത്തമം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉത്രാടത്തിന് നമുക്ക് പുതിയ വസ്ത്രങ്ങൾ, കല്യാണ സാരി വാങ്ങിക്കാനും കല്യാണം നടത്താനും വീട് ഗൃഹപ്രവേശം നടത്താനും എല്ലാത്തിനും വളരെ നല്ലതാണ് ഉത്രാടം. അതുപോലെ തിരുവോണ ദിവസം ഷോപ്പൊക്കെ അവധിയായിരിക്കും. ഇപ്പോൾ വണ്ടിയൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഉത്രാടം, തിരുവോണം ദിവസങ്ങൾ, ഉത്രട്ടാതി ഈ ദിവസങ്ങളൊക്കെ നമുക്ക് വാഹനം വാങ്ങിക്കാനും ഗൃഹപ്രവേശത്തിനും സ്ഥലങ്ങൾ വാങ്ങിക്കാനും സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാനും രജിസ്ട്രേഷൻ നടത്താനും ഒക്കെ വളരെ നല്ലൊരു ദിവസമാണ് ഈ ദിവസങ്ങൾ. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഉത്രാടം നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്തമമായ നക്ഷത്രം. ഉത്രാടം കഴിഞ്ഞ് തിരുവോണം വരുമ്പോൾ അതിനിടയ്ക്ക് ഒരു അഭിജിത്ത് മുഹൂർത്തമൊക്കെ ഉണ്ട്, അഭിജിത്ത് നക്ഷത്രമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആചരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ശരിക്കും പറയുന്നത് 28 നക്ഷത്രങ്ങളാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രമത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം. ഇതിലും തിരുവോണത്തിനിടയ്ക്ക് അഭിജിത്ത് നക്ഷത്രം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഇപ്പോൾ നമ്മളെല്ലാവരും കല്യാണത്തിനൊക്കെ അഭിജിത്ത് മുഹൂർത്തമൊക്കെ എടുക്കുന്നുണ്ട് ഉച്ചയ്ക്കുള്ള സമയമൊക്കെ. അപ്പോൾ അതുപോലെ അഭിജിത്ത് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രം നമ്മുടെ മഹാവിഷ്ണുവിന് പ്രധാനപ്പെട്ട ദിവസമാണത്. അതായത് ഉത്രാടം നക്ഷത്രത്തിന് അധിപതിയാണ് സൂര്യൻ, തിരുവോണത്തിൻ്റെ വിഷ്ണു. അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ ശിവനും വിഷ്ണുവും കൂടി പ്രാധാന്യപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളൊക്കെ നമുക്ക് പുതിയ ഗ്രഹപ്രവേശത്തിനും നൂതനമായ ഗ്രഹപ്രവേശത്തിനും നൂതന വാഹനങ്ങൾ കയറാനും നൂതന വസ്ത്രങ്ങൾ ധനിയാനും എല്ലാം നമുക്ക് വളരെയധികം അഭിവൃദ്ധിയുള്ള ഒരു ദിവസങ്ങളാണ് ഈ തിരുവോണ നക്ഷത്രം. ഉത്രാടം, തിരുവോണം ഇതെല്ലാം ദിവസങ്ങളെല്ലാം നല്ലതാണ്. തിരുവോണം ദിവസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്താൽ നല്ലതാണ്. ഏതൊരു സ്ഥലത്ത് ഉണ്ണാവൃതം എടുക്കുന്നവരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. തിരുവോണം നക്ഷത്രത്തിൽ ദാനധർമ്മങ്ങൾ, അതായത് ഓരോ അനാഥാലയങ്ങൾക്ക് നമുക്ക് അന്നദാനം നടത്തുക. ഏറ്റവും വലിയ ദാനമാണ് അന്നദാനം. എല്ലാ ദാനങ്ങളിലും പ്രധാനപ്പെട്ടത് അന്നദാനം. എന്ത് കൊടുത്താൽ ആൾക്കാർക്ക് തൃപ്തിയില്ല, പോരാ. ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറയും. ഒരു കാര്യം മാത്രമേ മതി എന്നുള്ളൂ, ഭക്ഷണത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അന്നദാനം കൊടുക്കുന്നതും വൃദ്ധസദനങ്ങളിൽ ഭക്ഷണം, വസ്ത്രങ്ങൾ കൊടുക്കുന്നതും നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് വൃദ്ധസദനങ്ങളിൽ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ വളരെയധികം ഐശ്വര്യമാണ്. വരുന്ന തലമുറകൾക്ക് സമ്പത്തും സന്തോഷവും ആരോഗ്യവും എല്ലാം ഉണ്ടാവും. അത്രയും നല്ല ദിവസമാണ്. പിന്നെ രോഗികൾക്ക് നമ്മൾ മരുന്നിന് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ചു കൊടുക്കണ്ട, മരുന്ന് പൈസ കൊടുത്താൽ മതി. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും വളരെയധികം നല്ലതാണ്. ദാനമാണ് ഏറ്റവും വലുത്. ദാനം ചെയ്താൽ കിട്ടുന്നതിന് ഒരു % ദാനം കൊടുക്കണം. ക്ഷേത്രങ്ങൾക്ക് അതുപോലെ ക്ഷേത്ര പുനരുദ്ധാരണമൊക്കെ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് നമ്മൾ അകവഴിഞ്ഞ് സഹായിച്ചാലും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും. ഒരു ക്ഷേത്രം വരിക എന്ന് പറഞ്ഞാൽ ആ നാട് രക്ഷപ്പെടുക. ആ ക്ഷേത്രത്തിന് വേണ്ടുന്ന എന്തെങ്കിലും നമ്മളെക്കൂടെ സംഭാവന ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം ഒരു കല്ലായിട്ടോ ഒരു എന്തെങ്കിലും ആയിട്ട് കൊടുത്താൽ വളരെയധികം ഐശ്വര്യദായകമാണ്. മഹാവിഷ്ണുവിന് പ്രധാനപ്പെട്ടൊരു ദിവസമാണ് തിരുവോണം എന്ന് പറഞ്ഞുല്ലോ. മഹാവിഷ്ണു അവതാരമാണല്ലോ വാമനൻ. അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അവൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ഇപ്പോൾ ഒരു അരച്ചാക്ക അവർ എടുത്തിട്ട് അവരെ പൂജയ്ക്കൊക്കെ എടുക്കാൻ പറഞ്ഞു കൊടുക്കാം, നമുക്ക് നല്ലതാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഒന്നുമില്ലെങ്കിൽ ഈ ശ്ലോകങ്ങൾ ജപിക്കുക. ശുക്ലാംബരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വിഷ്ണു സഹസ്രം ആദ്യത്തെ 4 വരികളാണ്. ഓം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിപർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭകരം സർവലോകൈകനാഥം
കൃഷ്ണ ഭഗവാനെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും സന്തോഷ സമാധാനത്തെ തിരുവോണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കട്ടെ. ഇതെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തിരുവോണാശംസകൾ.